Hi guys, get ready with me. ആക്ച്വലി സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് നേരെ മേക്കപ്പ് ചെയ്യുമ്പോണ്ടല്ലോ ഇങ്ങനെ ഐബ്രോസ് എഴുതുമ്പോഴത്തേക്കും മര്യാദക്ക് ആവില്ല. സോ പൗഡർ ഇട്ട് അതൊന്ന് മാറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നന്നായിട്ട് എഴുതാൻ പറ്റും. ഇനി കുറച്ച് ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇച്ചിരി ഹുഡഡ് ഐ ആണ്. സോ ഞാൻ ഐലൈനർ ഇട്ട് ഒന്ന് പുറത്തിറങ്ങി വേർത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഐലൈനർ മൊത്തം സ്പ്രെഡായി ഇവിടെ വന്നിരിക്കും. സോ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഐ ഷാഡോ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അവിടെ അങ്ങനെ സെറ്റ് ആയിക്കോളും. ഞാൻ ഐലൈനറൊക്കെ ഇട്ട് വന്നു. ഇനി ഒരു മസ്കാര ഇട്ട് കൊടുക്കാം. ഈ മസ്കാരം ലിപ്സ്റ്റിക്കും പിന്നെ ഐബ്രോസും ഒന്നും എഴുതില്ല എന്നാണെങ്കിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കോൺഫിഡൻസ് ഉണ്ടാവില്ല. നമ്മൾ എത്ര സിമ്പിളായിട്ട് ഒരുങ്ങിയാലും ബ്ലഷ് ഇടണം, എന്നാലേ ഒരുമാതിരി ചത്ത ലുക്ക് കിട്ടാതിരിക്കുള്ളൂ. ഡാസ്ലറിന്റെ ഒരു ഷെയ്ഡ് ഇട്ടിട്ട് പിന്നെ മാൾസിന്റെ ഒരു ലിപ് ക്രയോണും കൂടി ഇടുന്നുണ്ട്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ മാൾസിന്റെ ഗേൾ പവർ എന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചതാ. പക്ഷേ ഷെയ്ഡ് മാറിപ്പോയി മേടിച്ചത്. ഐ ആം സ്ട്രോങ് ഞാൻ മേടിച്ചത്. സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. ബിക്കോസ് എനിക്ക് കുറേ ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. ബട്ട് എങ്ങനെ വന്നാലും വണ്ടി ഓടിക്കാൻ നേരം എനിക്ക് ഹെൽമെറ്റ് വെക്കണം. അപ്പോൾ എന്തോരം സെറ്റ് ചെയ്തെന്നാലും അതങ്ങാട് ഹെൽമെറ്റ് വെച്ച് ഹെൽമെറ്റ് ഊരി കഴിയുമ്പോൾ നാശമാവും. സോ ഞാൻ അതിന് ഒരുപാട് സമയം കൊടുക്കാറില്ല. ഞാൻ ആക്ച്വലി പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ചെയ്യണം എന്താന്നുള്ളത് കാണിച്ചു തരാം. മുടിയിൽ ചട ഉണ്ടെങ്കിൽ അത് കളയും. ജസ്റ്റ് ചടയുണ്ട് ണ്ടല്ലോ ഇങ്ങനെ വാരും ഞാൻ. എന്നിട്ട് ഇവിടെ നിന്ന് ചെറിയൊരു പാർട്ടീഷൻ പോലെ എടുത്തിട്ട് ഇങ്ങനെ ആക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഓട്ടോ ഹെയർ സ്റ്റൈൽ. ഇതാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്. ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യണം. പിന്നെയുള്ള എൻ്റെ ഒരു ഹെയർ സ്റ്റൈലാണ് ഒരു ബുഷ് എടുത്തിട്ട് ഇങ്ങനെ ആക്കും. നേരത്തെ സൈഡ് പാർട്ടീഷൻ എടുത്തത്, ഇനിയിപ്പോ നമ്മള് മിഡിൽ പാർട്ടീഷൻ എടുക്കണം. എടുക്കുക, ഇങ്ങനെ ആക്കുക, രണ്ട് വശത്തേക്ക് ഇങ്ങനെ ആക്കുക, ബാക്കിലും ഒന്ന് ആക്കുക, എന്നിട്ട് ഇതൊന്നെടുക്കും. ഇങ്ങനെ കിട്ടും. ഇത് ഇംഗ്ലീഷ്കാർ ഇതിനെ ഒരു സ്ലീക്ക് പോണി എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഹൈ പോണി അല്ല, ലോ പോണിയാ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഹെൽമെറ്റ് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം നാശമാവും. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇച്ചിരി പിന്നെ 2 രോമം എടുത്ത് ഫ്രണ്ടിലിടും. സെറ്റായി. ഇതാണ് എൻ്റെ ഗോ ടു ഹെയർ സ്റ്റൈൽ. 2 എണ്ണം. ഒന്ന് ചുമ്മാ മുടി വെച്ചിടുക, പിന്നെ ഒന്ന് ഇങ്ങനെ ചെയ്യുക.
ഇത് രണ്ടും മാത്രമാണ് ഞാൻ കെട്ടാറുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. So I hope you all like it. Bye.